കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനോട് 3.5 വർഷം അവര് ശിഷ്യന്മാർ നടന്നു. എന്താണ്? അവർ അത്ഭുതങ്ങൾ കണ്ടു. ക്രോണോളജിക്കലി അവരെല്ലാം കണ്ടു. ദൈവം പറഞ്ഞ പ്രവചന ശബ്ദത്തിൽ പുസ്തകങ്ങളിൽ പ്രവാചകന്മാർ എഴുതിയതെല്ലാം അവരുടെ ലൈഫിൽ കാണുവാൻ ദൈവം ഇടയായി. അവര് പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ദൈവം ഒന്ന് ഇന്റർവ്യൂ ചെയ്തു. എവിടാ? ക്രൂശിൽ തുടങ്ങി ക്രോണോസ് വെളിപ്പെടാൻ തുടങ്ങി. ചിലതൊക്കെ ക്രൂശിൽ വെളിപ്പെട്ടത് ക്രോണോസിന്റെ ആരംഭമായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു, അയ്യോ ഇതുപോലെ വിചാരിച്ചതുപോലെ അല്ലല്ലോ ഇന്ന് സംഭവിച്ചത്, അതോ അല്ല നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇനി കർത്താവില്ലെങ്കിൽ എന്തു ചെയ്യും? കർത്താവ് മരിച്ചു, ക്രൂശിക്കപ്പെടുന്നു, മരിക്കുന്നു, അടക്കപ്പെടുന്നു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. ഓ, അവിടെ കൊണ്ട് ആ പ്രവൃത്തി തീരുന്നില്ല. ദൈവത്തിന്റെ ഇന്റർവെൻഷൻ അവിടെ കൊണ്ട് തീരുന്നില്ല. ക്രോണോസ് അവിടെ വെച്ച് തീരുന്നില്ല. ആമേ. ശിഷ്യന്മാർ വിചാരിച്ചു, ദൈവമേ അങ്ങ് പറഞ്ഞു ഞാൻ മരിക്കും, എന്നാൽ 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇതിവരെ ചെവി കൊണ്ടില്ല. ചിലതൊക്കെ ചെവി കൊള്ളാതിരിക്കുന്നതിന്റെ നടുവിൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ സ്ഥിതി മാറുവാൻ 3 ദിവസത്തിന്റെ കാലതാമസത്തിൽ ചിലതൊക്കെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആത്മാവ് യോശുവോട് പറഞ്ഞതുപോലെ, ആമേൻ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ 3 ദിവസത്തിന്റെ കാലയളവിൽ ചില അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ വെളിപ്പെടുമെന്ന് ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ അത് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ഇന്ന് സ്തോത്രം ചെയ്താട്ടെ.